ഇനിയുള്ള ദിവസങ്ങളിൽ അവരെനിക്ക് വീഡിയോ എടുത്തു തരാനുണ്ടായതുകൊണ്ട് തന്നെ അവരെ കട്ടയ്ക്ക് കൂടെ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ തറയിലാണ് പൂക്കളം ഇടുന്നെങ്കിൽ അവർ വേറെ സ്ഥലത്താട്ടോ പൂക്കളം ഇടുന്നത്. അത് കാണേണ്ട കാഴ്ച തന്നെ. എന്തായാലും നല്ല ഭംഗിയുണ്ട്, കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നിങ്ങളെയും കൂടെയും കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. എന്നാൽ പിന്നെ പൂക്കളം ഇടീൻ അങ്ങ് തുടങ്ങി. നമ്മുടെ റോസ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ. നിറഞ്ഞു പൂവിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തീർത്തും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ ആയി കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇത്രയും ചെടി ഉണ്ടാഞ്ഞിട്ട് ഒട്ടും പൂക്കളില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു കേട്ടോ. എന്തായാലും കിനിക്കുട്ടന്മാരും ഉണ്ട് എൻ്റെ ഒപ്പം. അവർ പിന്നെ എപ്പോഴും ഉണ്ടാവും കട്ടയ്ക്ക്. ഞാനൊരു കുഞ്ഞു കിളീനെ ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. അതിൻ്റെ പേരെന്നാന്നൊന്നും അറിയത്തില്ല. എന്തായാലും കണ്ട സ്ഥിതിക്ക് നിങ്ങളെ കൂടെ ഒന്നും കാണിച്ചില്ലെങ്കിൽ പിന്നെ പേടിപ്പിക്കാനൊന്നും പോയില്ല. കാരണം ഞങ്ങൾ ഇച്ചിരി മാറി നിന്ന് എടുത്ത്. ഇനി എങ്ങാനും ഒരു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് വിഷമമുള്ള കാര്യമാണല്ലോ. ആ അമ്മക്കിളിക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടായത് കൊണ്ട് ആയിരിക്കുമല്ലോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മുട്ടയിട്ട് കുഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ ശല്യം ചെയ്യാൻ പാടില്ല. കുറച്ച് കല്ലേറ് ദൂരം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. പുതിയൊരു അത്തപ്പൂക്കളം നിങ്ങൾക്ക് കാണണ്ടേ? എന്തായാലും അഭിപ്രായം പറയാൻ ഒട്ടും മടി കാണിക്കണ്ടേ. എൻ്റെ അത്തപ്പൂക്കളമാണോ ഈ അത്തപ്പൂക്കളമാണോ കൂടുതലും നല്ലതെന്ന് പറയണം കേട്ടോ. ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയ കൂണ് മുളച്ച് നിൽക്കുന്ന പോലെ കേട്ടോ പൂക്കട നിൽക്കുന്നത്. എന്തുമാത്രം പൂക്കടകൾ